അങ്ങനെ ജഗതി ചേട്ടനോട് ഉള്ള ഒരു കോമ്പിനേഷൻ ഓരോ സിനിമയും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു 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 നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഒരു എൻസൈക്ലോപീഡിയാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജഗതി ചേട്ടൻ എന്ന് പറയുന്നത്. അനിയ പഠിച്ചോ നോക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞില്ല എങ്കിൽ പുള്ളിക്ക് വിഷമം ഉണ്ടാവും. എന്താ തെറ്റിക്കുന്ന ഒരു പ്രാവശ്യം ക്ഷമിക്കും. നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കൺസിസ്റ്റന്റ് ആയിട്ട് പല സമയത്തും എനിക്കുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് മോശം സിനിമകളുടെ ഭാഗമായിരുന്ന ഒരു സമയത്ത് എനിക്ക് മാത്രം ഇത് സംഭവിക്കാത്ത എന്താണെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള തോന്നലുകളാണ് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശം തരുന്നത്. സ്ത്രീകൾക്ക് എന്തിനാ പ്രിവിലേജ് എന്ന് ചോദിക്കുന്നു. ഇന്നപ്രോപ്രിയേറ്റ് ആയ സമയത്ത് പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി ഓരോരുത്തർ പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും ഈ ഒരു പടത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? ഒരു പരിധി വരെ ഈ പടം ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. എനിക്കത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തകർന്നു പോയി. കാരണം എന്തെന്നറിയാമോ, നമ്മൾ 2-3 പേരാണെങ്കിൽ കുഴപ്പമില്ല, തെറ്റിയാലിരിക്കുക. ഇത് കല്യാണം വിട്ട് 45,000 പേരുണ്ട്. അവരെ മുമ്പോലൊക്കെ തെറ്റിച്ചാൽ മുഴുവനും സംസാരിക്കുന്നത്. നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഇന്ന് സമയത്തിന് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോളാം. തെറ്റിച്ച ആ ടെൻഷൻ മനസ്സിൽ കിടപ്പുണ്ട്. ഈ സാധാരണക്കാരിൽ നിന്നും അകലം വരാതെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? എനിക്ക് അങ്ങനെ ഒന്നും അല്ല. അത് എന്തുവാ ചേട്ടാ അതിനൊരു മറുപടി പറയും അതിനെപ്പറ്റി. പുള്ളിങ്ങനെ കമ്പയർ ചെയ്ത് പറയാ ചില ആക്ടേഴ്സ് അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞു രീതിയിൽ ചേഞ്ച് ഒന്നുമല്ല. അത് ബേസിക് നേച്ചർ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഉണ്ടാവും. ഇരിക്കുന്ന നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ രക്ഷകർത്താക്കളോട് അവർ നമ്മൾ കാണിച്ചു തന്ന ഒരു പാതയുണ്ട്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. നമുക്കത് അഹങ്കരിക്കുന്നത് തെറ്റാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. Rich in proteins, vitamins and minerals. Happy Peanut Butter. Milma Pure Refreshers. ഹായ്, ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെയുള്ളത് ജഗദീഷ്, ആസിഫ് അലി, ഡയറക്ടർ സേതുനാഥ്, അസീസ് നെടുമങ്ങാട് ആൻഡ് ആനന്ദ് മന്മഥൻ. വെൽക്കം. ആസിഫ് ഖാൻ, കുറച്ച് നാളുകളായിട്ട് കണ്ടിട്ടുള്ള ആസിഫ് ഖാന്റെ സിനിമയുടെ ടീസറുകളുടെയും ട്രെയിലറിന്റെയും ഒരു രൂപമല്ല ഇത്. കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ സ്ഥിരം ക്ലീഷയായിട്ട് തുടങ്ങാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ 2025 ആസിഫ് അലിയോട് ചോദിക്കുമ്പോൾ അതിലെന്തോ ഒരു കുറച്ചെങ്കിലും ഒരു ഫ്രഷ്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തായിരിക്കും ക്യാരക്ടർ, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ പടം ആസിഫ് ഖാനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക? ഇത് ചർച്ച ചെയ്യുന്ന പ്രമേയം തന്നെയാണ്. ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നും ഇതിന്റെ ആ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ഒരു ഐഡിയ ആണ് സേതു എൻ്റെ അടുത്ത് പിച്ച് ചെയ്തത്. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന് ഒരുപാട് സ്കോപ്പ് ഉള്ളതായിട്ട് തോന്നി. അത് പറയപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ആണ് ഞാനിത് ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേയിലേക്ക് വന്നപ്പോഴൊക്കെ ഉണ്ടായ കുറെ ഡെവലപ്മെന്റ്സും സേതു ഇത് നറേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിൽ അട്രാക്റ്റഡ് ആയത്. അപ്പോൾ എനിക്ക് വ്യത്യസ്തത കൊണ്ടുവരണം എന്ന് എപ്പോഴും, ഇപ്പം കഴിഞ്ഞ സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു ത്രില്ലർ സ്വഭാവമൊക്കെ മാറ്റി ഒരു ഫാമിലി സിനിമയൊക്കെയുള്ള ഒരു സ്കോപ്പ് കൃത്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ്. ഒരു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത, പുതിയതായ ഒരു ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫാമിലിയുടെ കഥ പറയുന്ന, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ. അതാണ് ശരിക്കും ആഭ്യന്തര കുറ്റവാളി. നമ്മൾ അജയനെയും വിവേകിനെയും പ്രിൻസിനെയും ഒക്കെ കണ്ടിട്ട് സഹദേവനിലേക്ക് എത്തുമ്പോൾ സഹദേവന് കുറച്ചൊരു ഫണ്ണിയ സൈഡൊക്കെ ഉണ്ടോ? സഹദേവന് കുറച്ച് സാഹചര്യങ്ങളുണ്ട്. പല സാഹചര്യവും നമുക്ക് തന്നെ ഈ സഹദേവന്റെ ഒരു ഹെൽപ്ലെസ്നെസ് നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നും. കാര്യം സഹദേവൻ ചെന്നപ്പെടുന്ന ചില സിറ്റുവേഷൻസ് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. പിന്നെ സഹദേവന് ഉപദേശം ചോദിക്കുന്ന ആളുകളാണ് ആയിരിക്കുന്ന രണ്ടുപേരും. അവർ തരുന്ന ചില ഉപദേശങ്ങളും ഭയങ്കര കോമഡി. പണിന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തിൽ ചിരിക്കാൻ വേണ്ടി വന്നിരിക്കരുത്. സാഹചര്യങ്ങളുടെ ഒരു തമാശ നമുക്കറിയാന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജഗദീഷ് ചേട്ടാ, വക്കീൽ വാസുദേവൻ അത് ഞങ്ങളുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഇവിടെയും വക്കീല. എങ്ങനെയുള്ള വക്കീല? അല്ല, വക്കീലെന്ന് പറഞ്ഞാൽ ഇയാള് വാദിക്കുന്ന കേസെല്ലാം ഏത് വക്കീലിനെ പോലെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വക്കീലാണ്. അതിന് ഏത് വഴിയും ഇയാൾ സ്വീകരിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ റെഡിയായിരിക്കും. ഇതിൽ ഇയാൾ എത്രത്തോളം ജയിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നം. എത്രത്തോളം ജയിക്കുന്നുണ്ട്. ഇയാൾ നന്നായിട്ട് വാദിക്കുന്നുണ്ട്, പക്ഷെ ഇയാൾക്ക് ജയിക്കാൻ കഴിയുമോ? അതാണ് ആഭ്യന്തര കുറ്റവാളി. ഡയറക്ടറോട് ചോദിക്കാം, ആദ്യത്തെ സിനിമയാണെങ്കിലും ഒരുപാട് അന്വേഷണമാണെങ്കിലും വൂൾഫ്, പ്രീസ്റ്റ് അതൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിരുന്നു. എങ്ങനെയാ ആസിഫ് ഖാനിലേക്ക് എത്തുന്നത്? അല്ല, ഞങ്ങൾ ആദ്യം ചെയ്ത പടം ആസിഫിലൂടെ മഹാവീര്യർ സിനിമയിൽ അസോസിയേറ്റ് ആയിരുന്നു. ആക്ടർ ആയിരുന്നു അതിൽ? അല്ല, ഇല്ലില്ല, അസോസിയേറ്റ് ആയിരുന്നു.
അങ്ങനെ ഒരു മുഖമുണ്ടോ? ആ ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഉണ്ട്. ആ മുഖം സിനിമ ഞാൻ മറന്നുപോയി, ഏതായിരുന്നു? ഓപ്പറേഷൻ ജാവ. ആ yes. കണ്ടിന്യൂ. പോയി കണ്ടിന്യൂ. ആക്ടറാണോ കൺഫ്യൂഷൻ ആയി. ഇന്റർവ്യൂ ഏത് സീറ്റിലാ? അല്ല, അപ്പം അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പം ആ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ ഇതിൻ്റെ ത്രെഡ് ആദ്യമായിട്ട് ആസിഫ് ബ്രോയോട് പറയണത്. അത് കഴിഞ്ഞപ്പം എടാ രസമുണ്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പം ആഭ്യന്തര കുറ്റവാളി ആണ് ആസിഫ് ബ്രോയ്ക്ക് എനിക്ക് തോന്നുന്നു ഹുക്കായ ഒരു പരിപാടി. പറഞ്ഞു എടാ ഇതിൻ്റെ തിരക്ക് കഴിയട്ടെ, നമുക്ക് നെക്സ്റ്റ് എൻ്റെ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കഥ കേൾക്കാം. അങ്ങനെ പോയി കഥ പറഞ്ഞു. അങ്ങനെ തുടക്കം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അസീസ്ക, നമ്മൾ വാഴയിൽ അച്ഛനെ കണ്ടു. പിന്നെ എനിക്ക് അതിന്റെ മുമ്പ് അധികം ആളുകൾ കാണാതെ പോയതായിരിക്കും പഴഞ്ചൻ പ്രണയം. ഞാനൊന്ന് തിയേറ്ററിൽ കണ്ടതാ. മണിയനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരുപക്ഷെ അത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്തൊരു സിനിമയാണല്ലോ. യൂട്യൂബിൽ നല്ല അതെ അതെ, ഒരുപാട് പേര് ഇപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അതെ അതെ. അതുപോലെ ഇവിടെ എത്തുമ്പോ എങ്ങനെയാ കഥാപാത്രം എന്താണ്? കഥാപാത്രം പറഞ്ഞല്ലോ. പേരെന്താ? വെറൈറ്റി പേരുണ്ടോ പ്രാവശ്യം? ദേശവാസി. ദേശവാസിയോ? പേരോ? എന്നെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്റെ ഒരു പേരുണ്ട്, അത് പറയില്ല, സസ്പെൻസ് അല്ലേ, അത് പറയില്ല. പക്ഷെ ദേശവാസി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ആസിഫിന്റെ കൂട്ടുകാരനായിട്ടാണ് ഞാനും ആനന്ദേട്ടനും. ആനന്ദേട്ടന്റെ നമ്മുടെ വേണുവളിയൻ ഇതുപോലെ ആയിരുന്നല്ലോ, കുറെ ഉപദേശം കൊടുത്ത് ചാക്കോച്ചന്റെ പുറകെ മത്സരിയിൽ നടക്കുന്നത്. ഇതില് കൂട്ടുകാരനായിട്ടുള്ള 2 കൂട്ടുകാരിൽ ഒരാളാണ്. എന്റെ പേരും വെറൈറ്റി ആണ്, ദാസ്. ഇനിഷ്യൽ യു, പക്ഷെ യു ആദ്യം വിളിക്കും. യുദാസ്, ചതിക്കാത്ത യുദാസ്, ഉലഹന്നാൻ മകൻ ദാസ്. ഇന്ന് വാഴേന്റെ പൂജയ്ക്ക് അസിസ്കാനെ കണ്ടപ്പോഴേ രാവിലെ അസിസ്ക അവിടെ ഇരുന്ന് ഇങ്ങനെ ചാനലുകാരോട് പറയുന്നത് ഞാൻ കേട്ടു, ജയഹേന്റെ നേരെ റിവേഴ്സ് ടേക്ക് ആണ് ഈ സിനിമ എന്നുള്ളത്. ഞാൻ അവിടെയും കൊടുത്തു. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുമായിരുന്നു, ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ തുടങ്ങി, ഞാൻ അത് നോട്ട് ചെയ്ത് പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ ഡയറക്ടറോട് ചോദിക്കാം, അങ്ങനെയാണോ? അല്ല, ഒരു ഇപ്പം അതിൽ ഇപ്പം നമ്മൾ ഒത്തിരി സിനിമ കണ്ടു, സ്ത്രീകളുടെ പ്രശ്നം പറയുന്ന ഒത്തിരി സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആഭ്യന്തര കുറ്റവാളിയിലേക്ക് വരുമ്പോഴത്തേക്കും സ്ത്രീകൾ മാത്രമല്ല പ്രശ്നത്തിൽ പെടുന്നത്, കുറച്ച് പുരുഷന്മാർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും. അതായത് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ കാണാൻ പറ്റും എന്ന് പറയുന്നതാണ് സിനിമ. ജഗദീഷേട്ടാ, ഇത്രയും വർഷത്തെ അനുഭവം സിനിമാ മേഖലയും അല്ലാതെയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ പൊതുവേ ഇപ്പം സ്ത്രീ സംരക്ഷണം പറയുന്ന സമയത്ത് എതിർക്കുന്നവരുണ്ട്. ഞാൻ റീസെൻ്റ്ലി പോലും എന്നോട് എന്തിനാ നിങ്ങൾക്ക് എന്തോരം പ്രിവിലേജാണ് കിട്ടുന്നത്, എന്തിനാ ഇത്ര അധികം എന്ന് ചോദിക്കുന്ന സമയമുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി പലപ്പോഴും സമിതിയൊക്കെ ഉണ്ടാകുന്നത് ഇന്നപ്രോപ്രിയേറ്റ് ആയ സമയത്തായിരുന്നു. ബസ്സിൽ ലൈംഗികമായി അധിക്ഷേപം കാണിച്ചവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ അവിടെ സമിതി ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു പ്രോപ്പറായ കാര്യത്തിന് അതില്ലാത്തതുകൊണ്ട് അത് പരിഹസിക്കപ്പെടുന്നതെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു അനുഭവം, ഇത്രയും കാലത്ത് ഒരു ജീവിതാനുഭവം വെച്ച് ഈ സ്ത്രീകൾക്ക് എന്തിനാ പ്രിവിലേജ് എന്ന് ചോദിക്കുന്നു, ഇന്നപ്രോപ്രിയേറ്റ് ആയ സമയത്ത് പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി ഓരോരുത്തർ പ്രത്യക്ഷപ്പെടുന്നു. ശരിക്കും ഈ ഒരു പടത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? ഒരു പരിധി വരെ ഈ പടം ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. എനിക്കത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അതെ, ഇതിനകത്ത് സ്ത്രീപക്ഷം, പുരുഷപക്ഷം, ഇങ്ങനെ ഈ പക്ഷം പിടിക്കുന്നതിന് മുമ്പ് പ്രശ്നം മനസ്സിലാക്കിയിട്ട് വേണം പക്ഷം പിടിക്കാൻ. ജനറലൈസ് ചെയ്യരുത്. നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയുടെ സൈഡ്, സ്ത്രീ അബലയാണ്, ദുർബലയാണ്, അവളുടെ പക്ഷം നിൽക്കണം, സ്ത്രീ അമ്മയാണ്, സ്ത്രീ പ്രകൃതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പക്ഷം നിൽക്കണം. അങ്ങനെയല്ല. സ്ത്രീ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ വിചാരണ ചെയ്യണം. പുരുഷനാണ് തെറ്റിയിട്ടുള്ളെങ്കിൽ പുരുഷനെ വിചാരണ ചെയ്യണം. അതാണ് ഈ ചിത്രം ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു പുരുഷപക്ഷ സിനിമ അങ്ങനെയല്ല. ഞാൻ പറയണത്, നമ്മളെല്ലാവരും ആഭ്യന്തര കുറ്റവാളി എന്ന പേര് ഈ കഥയ്ക്ക് അനുയോജ്യമാണെങ്കിൽ പോലും അതിനപ്പുറം നമ്മളെല്ലാവരും കുറ്റവാളികളല്ലേ. ഓരോ ദിവസത്തെയും കാര്യത്തിൽ നമ്മൾ കുറ്റം ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ട് പ്രതികരിക്കാത്ത ദിവസങ്ങളുണ്ടാവും. നമ്മളൊരു വാർത്ത കണ്ടിട്ട് നമ്മൾ കുറച്ചുകൂടെ ഇമോട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും ലാപ്സ് വരുത്തുന്ന രീതിയിൽ ഓരോ വ്യക്തിയും എന്തെങ്കിലുമൊക്കെ മൈനറായിട്ടുള്ള മേജറായിട്ടുള്ള തെറ്റുകൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസം ഇത് ചെയ്യാത്തതായിട്ട് ആരുണ്ട്? നമ്മൾ സ്വയം വിചാരണ ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മൾ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ പശ്ചാത്തപിക്കുന്ന കാര്യം പോലും ഇല്ല. അവൻ നമ്മളെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മുടെ ഭാഗത്ത് ന്യായം 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 എന്ന് വിചാരിക്കാനാണ് ഓരോ വ്യക്തിയും താല്പര്യപ്പെടുന്നത്.
അവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസമില്ല. സാധാരണയിൽ ഡിവോഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പുരുഷൻ പറയുന്നത് എന്താണ്? അവളിങ്ങനെ ചെയ്യേണ്ടതല്ലേ, അവൾ അങ്ങനെ ചെയ്യാമോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ചോദിക്കും, സ്നേഹമുണ്ടോ, ഞാൻ അങ്ങോട്ട് കൊടുത്തതിൻ്റെ പകുതിയെങ്കിലും ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ? രണ്ടുപേരും അവരവരുടെ വാദങ്ങൾ നിരത്തുകയാണ്. സ്വയം ഒരു ആത്മപരിശോധന നടത്തിയിട്ട് ഞാൻ എത്രത്തോളം എൻ്റെ ഭർത്താവിനോട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് ഞാൻ എത്ര സ്നേഹം കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ആത്മപരിശോധന എത്ര പേര് നടത്തുന്നുണ്ട്? ഭർത്താവും ചിന്തിക്കുന്നില്ല. ഭർത്താവ് ന്യായം പറയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്, ഇവിടെയും ന്യായം നിരത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സഹദേവൻ ന്യായം നിരത്തുന്നതിനപ്പുറം സഹദേവന് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് സമൂഹത്തോട്. ആ സഹദേവൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു 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 എന്താ പറയുക, ഒരു ചർച്ചയ്ക്കൊക്കെ വഴിമരുന്നാവുകയാണ്. അതാണ് ആഭ്യന്തര കുറ്റവാളി. കരിയറിൻ്റെ തുടക്കത്തിൽ, അപ്പം ഞാൻ എല്ലാവരോടും കൂടി, കരിയറിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടാവും, പ്രയോറിറ്റീസ് ഉണ്ടാവും, തീരുമാനങ്ങളുണ്ടാവും. ഒരു സമയത്തുമ്പോൾ പലർക്കും സാച്ചുറേറ്റഡ് ആയി പോവാറുണ്ട് എന്ന് ആക്ടേഴ്സ് പറയാറുണ്ട്. ചിലപ്പോൾ അതിന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. ആസിഫ് ഖാക്കും ജഗദീഷ് ചേട്ടനും നിങ്ങൾക്ക് പ്രത്യേകിച്ച്, അതായത് നമുക്കിനി ചിലപ്പം സിനിമകളുടെ സ്വഭാവം മാറാം, സാഹചര്യം, ആ കാലഘട്ടത്തിൽ വരുന്ന സിനിമകൾ ഒരേ ടൈപ്പ് ആവാം, അങ്ങനെ എന്തെങ്കിലും കൊണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്ന ആക്ടർക്ക് ഇനി പുഷ് ചെയ്യാൻ എന്താ ഒരു നല്ലത് വരാത്ത എന്ന് പറഞ്ഞൊരു സാഹചര്യം ചിലർക്കുണ്ടാവും. അപ്പം അങ്ങനൊരു സാച്ചുറേഷൻ പോയിന്റ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കൺസിസ്റ്റന്റ് ആയിട്ട് പല സമയത്തും എനിക്കുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് മോശം സിനിമകളുടെ ഭാഗമായിരുന്ന ഒരു സമയത്ത് എനിക്ക് മാത്രം ഇത് സംഭവിക്കാത്ത എന്താണെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള തോന്നലുകളാണ് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശം തരുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ആ മിസ്റ്റേക്ക് പറ്റുന്നതെന്നൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. അപ്പം കൂടുതൽ നല്ല സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് തുടങ്ങിയത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴാണ്. ഡെഫിനറ്റ്ലി അതുണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് എണ്ണം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ റൈറ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് നല്ല എഡിറ്റേഴ്സ് ഉണ്ട്, നമുക്ക് നല്ല സംവിധായകരുണ്ട്, നമുക്ക് നല്ല ക്യാമറാമാൻ ഉണ്ട്, എല്ലാ രംഗത്തും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതിനനുസരിച്ച് എഴുത്തുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. നമ്മൾ എത്രയോ കഥ കേൾക്കുന്നു, ഓരോ ഹീറോസും ഓരോ ദിവസം എത്ര കഥ കേൾക്കുന്നുണ്ട്. ഇവർ അക്സെപ്റ്റ് ചെയ്യുന്ന കഥകൾ വളരെ കുറവാണ്. എന്തുകൊണ്ട്? വ്യക്തിപരമായിട്ടുള്ള വിരോധം വല്ലതും ഉണ്ടോ? ഒരു കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ഹീറോയും ഓരോ നടനും. നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു നല്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ. അതിനനുസരിച്ചുള്ള റൈറ്റിംഗ്, ഇപ്പോൾ നല്ല സാഹിത്യകാരന്മാരുണ്ട്, നോവലിസ്റ്റുകളുണ്ട്. അവർ സിനിമ എന്ന മാധ്യമമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അവർക്കൊരു സിനിമയുടെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പണ്ടത്തെ റൈറ്റേഴ്സ്, സാഹിത്യകാരന്മാർ സിനിമ എന്ന മാധ്യമമായിട്ട് പെട്ടെന്ന് ഇഴുകിച്ചേർന്ന പത്മരാജൻ സാറുണ്ടായി, തോപ്പിൽ ബാസി, MT സാറ്, പിന്നെ SL പുരം സുധാനന്ദൻ, നാടകകൃത്തുക്കൾ, എത്രയോ പേര് നമ്മുടെ സാഹിത്യകൃതികൾ എഴുതിയിട്ടുള്ളൊരു സിനിമയുടെ ഭാഷ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പമ്മൻ, അങ്ങനെ എത്രയോ നോവലിസ്റ്റുകൾ, C രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്. ഇപ്പോൾ അങ്ങനെ ചെറുകഥയോ നോവലോ എഴുതുന്ന ആൾക്കാർക്ക് ഒരു സിനിമ കഥ അല്ലെങ്കിൽ തിരക്കഥാ രൂപത്തിൽ എഴുതാൻ കഴിവുള്ളവരുടെ എണ്ണം കുറയുന്നുണ്ട്. അത് ഞാനൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. റൈറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ വൻ പ്രോജക്റ്റുകൾ ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ വൻ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ വലിയ എക്സ്പെൻസ് വെച്ചിട്ടല്ല, ബഡ്ജറ്റ് വെച്ചിട്ടല്ല, നല്ല ക്വാളിറ്റി വെച്ചിട്ടുള്ള നല്ല ചിന്തകളാണ് മലയാളിയെ ആകർഷിക്കുക. അത്തരം ചിന്തകളുമായിട്ടുള്ള പ്രോജക്റ്റ് വന്നാൽ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതിനകത്ത് പുതുമ എന്ന് പറയുമ്പോൾ ഇത് എടുത്ത് ഫലിപ്പിക്കാൻ കഴിവുള്ള സംവിധായകർ ഒരുപാട് പേരുണ്ട്. അവിടെയാണ് ഈ ആഭ്യന്തര കുറ്റവാളിയുടെ പ്രസക്തി. ഇവിടെ സേതുനാഥാണ് എഴുതി സംവിധാനം ചെയ്യുന്നത്, അയാളുടെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് തോട്ടും ഡിഫറെൻറ്റ് രീതിയിലുള്ള തിരക്കഥയുടെ രൂപവും കൂടെ കിട്ടിയപ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ള കഥ തന്നെയാണ്. ബ്രൂണോ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ ഒരു ആങ്ങളയുടെ സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ 90s-ലും 80s-ലും ഒക്കെ ഇവർ ആര് ചെയ്യും, ഇപ്പം ജഗദീഷ് ചേട്ടൻ്റെ ആ ഒരു സമയത്തുള്ള ആരൊക്കെ ചെയ്യും എന്നൊക്കെ കുറേ വേർഷൻസ് FB-ൽ വരുന്നുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു വേർഷൻ, എനിക്ക് ആനന്ദേട്ടൻ്റെ ഫേസ് കട്ടൊക്കെ തോന്നി ജഗദീഷ് ചേട്ടൻ്റെ ഇതിൽ. ആ റോള് ഞാൻ ചെയ്യുമായിരുന്നെന്ന് പറയുന്നുണ്ടല്ലേ. ഇത് കണ്ടപ്പോൾ എവിടെയോ എനിക്ക് ആനന്ദേട്ടനെ പോലെ തോന്നി. അത് കണ്ടിരുന്നു ജഗദീഷ് ചേട്ടൻ ഇങ്ങനത്തെ? ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ടൈം ട്രാവൽ നടത്തി ബാക്കിലോട്ട് പോയിരുന്നാലും അപ്പോഴും എനിക്ക് റോൾ ഉണ്ടെന്നുള്ളത്. അല്ല, അത് ഈ പലരും പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പണ്ട് സ്ത്രീധനം എന്നുള്ളൊരു സിനിമ ഉണ്ടല്ലോ, അതുമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമ പലരും പറയുന്നുണ്ട്.
കൈകാര്യം ചെയ്ത വിഷയമൊക്കെ വെച്ചിട്ട്. വേറെ പലരും വെച്ചിട്ടും ഈ റോള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ എങ്ങനെയാ ഏതാ ഒരു രസമായിട്ട് തോന്നി? ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സന്തോഷമുണ്ട്. അതൊക്കെ ഒരു എല്ലാവരും ലെജൻസിനെ വെച്ചിട്ട് ബാക്കി ഇങ്ങനെ വരുന്നുള്ളൂ. ആ 90s ഉള്ള ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊന്നും ഇല്ല, നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്തു, അത്രേ ഉള്ളൂ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ഓരോ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ. അല്ല, ആ ക്യാരക്ടർ അത്രയും ഹിറ്റായത് കൊണ്ടാണ് ഈ ചർച്ചകളെ. തീർച്ചയായിട്ടും. ആസിഫ് ഖാൻ എന്നോട് മുമ്പ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉയരയിലെ ക്യാരക്ടറൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദിന്റെ ശരിയാണ്, ഗോവിന്ദ് ചെയ്യുന്നത് ശരിയാന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന്. അപ്പോൾ ബ്രൂണോ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അത് ബ്രൂണോന്റെ ശരി, ഇതാണ് ശരി, അല്ലെങ്കിൽ ഇയാൾക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് ചിന്തിക്കാതെ തന്നെയാണോ അങ്ങനെ ക്യാരക്ടർ? അല്ല, നമ്മളിപ്പോൾ ക്യാരക്ടർ ഇപ്പം അതിൽ എഴുതിയിരിക്കുന്ന അത് എഴുത്തിൻ്റെയും കൂടെ ഗുണമാണ് കേട്ടോ. ഇന്ദുവൻ ചേട്ടൻ്റെ എഴുത്തിൻ്റെ ഒരു ഗുണം കൂടെ ഉണ്ട്, ജസ്റ്റിൻ്റെയും കൂടെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ശരിയെന്നല്ലേ ആ ക്യാരക്ടർ വിചാരിക്കുള്ളൂ, അങ്ങനെയല്ലേ പോകേണ്ടതുള്ളൂ. അപ്പോൾ അത് അവർ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് പാസ് ഓൺ ചെയ്തു തന്നു. ജ്യോതിഷേട്ടൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രൂണെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൂണൊരു ആദ്യത്തെ കഥ തൊട്ട് ജ്യോതിഷേട്ടൻ പറയും. അങ്ങനെ ഒരു 10-500 തവണ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പുള്ളി ഇങ്ങനെ പറയണം, ബ്രൂണോ എന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങും. അപ്പോൾ അത്രയും കേട്ട് നമുക്ക് ബ്രൂണെ പറ്റി മതി കേട്ടോ, കിട്ടി, ബ്രൂണെ പറ്റി കിട്ടി എന്നുള്ള സാധനത്തിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവരെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതേപോലത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. അതെ. അസിസ്ക അവിടെ ഇരുന്ന് വാഴ 1 പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്നിപ്പം തിരിച്ച് അവിടുന്ന് പോയിട്ട് വീണ്ടും നോക്കി നിങ്ങളുടെ ആ സീനുകൾ. ഒന്ന് ആ അപ്പനായിട്ട് ചൂടാവുന്ന സീനും, പിന്നെ സിജുവിനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സീനും. മമ്മൂക്കയാണ് ഈ തേച്ചു മിനുക്കി എന്നുള്ള വാക്കിനെ കുറച്ചുകൂടെ ഫേമസ് ആക്കി. എനിക്ക് തോന്നിയിട്ടുണ്ട് അസീസ് നെടുമങ്ങാടിന്റെ ഏറ്റവും തേച്ചു മിനുക്കിയ വേർഷൻ വാഴയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ സീനിന്റെ, ഞാൻ പിന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ സീനിന്റെ മെമ്മറി ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന്. അല്ല, അത് വിപിൻ്റെ പ്രത്യേക സിനിമ അവൻ്റെ മനസ്സിലാണ്. ഇപ്പം സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഡയലോഗ്സ് ഒക്കെ മാറ്റിക്കളയും. ആ സീൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഫുള്ള് തലേന്ന് രാത്രി ഇരുന്ന് കാണാതൊക്കെ പഠിച്ച് വന്നു, ഇങ്ങനെ പഠിച്ച് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആ സാധനം മറന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ എന്താടാ, ഞാൻ അവിടെ ക്യാമറ എല്ലാം സെറ്റാ, അതുപോലെ വേറൊരു ഡയലോഗ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ടേക്കായി, അത് വിട് എവിടെ. എന്നിട്ട് അവിടെ ഇരുന്ന് സ്പോട്ടിൽ എഴുതി തന്ന സാധനം അത് തകർന്നു പോയി. കാരണം എന്തെന്നറിയാമോ, നമ്മൾ 2-3 പേരാണെങ്കിൽ കുഴപ്പമില്ല, തെറ്റിയാലിരിക്കുക. ഇത് കല്യാണം വിട്ട് 45,000 പേരുണ്ട്. അവരെ മുമ്പിലൊക്കെ തെറ്റിച്ചാൽ മുഴുവനും സംസാരിച്ചത്. നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഇന്ന് സമയത്തിന് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോളാം. ഈ തെറ്റിച്ച ആ ടെൻഷൻ മനസ്സിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ പക്ഷെ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് പോലെ എന്തോ ചെയ്തു പോയി, ദൈവാധീനം എന്ന് തന്നെ പറയാം. ഒറ്റ ടേക്കിൽ അങ്ങ് പോയി. ആ ഇമോഷണൽ സീനൊക്കെ ശരിക്കും ഒരു അത് ഞാൻ ഇമോഷണൽ അവനെ കെട്ടിപ്പിടിക്കുന്ന സീൻ. അപ്പം നമ്മൾ ഹെയർ ഡ്രസ്സർ കുട്ടിയുടെ പേര് ഞാൻ മറന്നു. ഒന്നുമില്ല, മ്യൂസിക് ഒന്നുമില്ലല്ലോ, ഷൂട്ട് കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവനെ ഇങ്ങനെ പിടിച്ചപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആ കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചു. ചേട്ടാ ഞാൻ കരഞ്ഞു ചേട്ടാ. അപ്പോഴേ വിചാരിച്ച ആ സാധനം ഏറ്റെന്ന്. അത് ഭയങ്കര ഒരു ഫീലായി. അപ്പോഴും ഞാൻ മനസ്സിലായി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സീനില്ലേ, എന്തോ ഞാൻ പറഞ്ഞല്ലേ ഇതെല്ലാം ദൈവാനുഗ്രഹം. അത് കഴിഞ്ഞിട്ടാണ് നേരെ എന്റെ സുഹൃത്തായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഇതിലേക്ക് വരുന്നത്. ഞാൻ ആ സിനിമ കണ്ടു കഴിയുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അവിടെയല്ല ഞാൻ കേമൻ, ആസിഫിന്റെ പ്രായമുള്ള ഒരു മകനെ അച്ഛനായിട്ട് അഭിനയിച്ചു. അതേ അഭിനയിച്ചു. കൂട്ടുകാരനോട്ട് ജഗദീഷേട്ടൻ ഒരു വെല്ലുവിളിയാവും. അതെ ഇതൊക്കെ ജഗദീഷേട്ടന്റെ കോട്ടയാണ്. അതൊക്കെ ഞാൻ മാറി കൊടുക്കും. ഇന്നത്തെ രാത്രി വിളിച്ചിട്ട് പറയുന്നോ. പെരുന്നാളിന്റെ നമസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പ് വഴിയിൽ നിന്നിട്ട് മോനെയും കൂട്ടിയിട്ടാണ് ആസിഫ് അലി ബൈറ്റ് കൊടുക്കുന്നത്. ഞങ്ങളതിന് ആസിഫ് അലി ബൈറ്റ് കൊടുക്കുന്നത് റോഡ് സൈഡിൽ നിന്നാണെന്നുള്ളതാണ്. അതുപോലെ ഇപ്പം വേണുകുന്നപ്പിള്ളി സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ചില നടന്മാരൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ നിലത്ത് നിൽക്കുന്നത് മറന്നു പോകും. ആസിഫ് അങ്ങനെ ഒരിക്കലും മറക്കാത്ത ആളാണ്. അപ്പോൾ ആസിഫ് എപ്പോഴും ആളുകളെ ചേർത്ത് നിർത്തുന്നതാണ്. അത് ഞാൻ സമയം ദൈർഘ്യമുള്ള കുറവായതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഞങ്ങൾ റീൽ തന്നെ ഇട്ടിരുന്നു, അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്ത ആസിഫ് അങ്ങനെ തന്നെയായിരിക്കും, മാറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ്. നമ്മൾ ഉയരും തോറും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓരോ സിനിമകൾ മുന്നോട്ട് പോകുന്നു, എല്ലാ രീതിയിലും കരിയർ മുന്നോട്ട് പോകുമ്പോൾ ഈ സാധാരണക്കാരിൽ നിന്നും അകലം വരാതെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, എനിക്ക് അങ്ങനെ ഒന്നും അല്ല. അത് എന്തോ ചേട്ടാ അതിനൊരു മറുപടി പറയും. പക്ഷെ പുള്ളി ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാ, ചില ആക്ടേഴ്സ് അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആളുകൾ അംഗീകരിക്കുന്നു എന്നല്ല. പക്ഷെ അത് ഞങ്ങളുടെ റീലിന്റെ ഒക്കെ താഴെ ആളുകൾ അത് അംഗീകരിച്ച് പറയും. അല്ല, അതൊരു വേ ഓഫ് ലൈഫാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആസിഫ് ഒരുപക്ഷെ സിനിമാക്കാരനല്ലായിരുന്നെങ്കിലും ഇതേ രീതിയിൽ തന്നെ
സാധാരണക്കാരുമൊക്കെ ആയിട്ട് ഇടപെട്ട് അങ്ങനെ തന്നെ മൂവ് ചെയ്ത് തന്നെ സിനിമ അതിൽ വന്നതുകൊണ്ടുള്ള രീതിയിൽ ചേഞ്ച് ഒന്നുമല്ല. അത് ബേസിക് നേച്ചർ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ ആരാണെങ്കിലും ശരി, ഇപ്പം നമ്മൾ 4-5 പേർക്ക് സിനിമയായിട്ട് ബന്ധമില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ അപ്രോച്ചും നമ്മുടെ സംസാരമൊക്കെ ഈ രീതിയിൽ തന്നെ ആയിരിക്കും. അത് സിനിമയിൽ വന്നതുകൊണ്ട് പോളിഷ്ഡായി അങ്ങനെ ഒരു സംഭവമില്ല. അസീസ് എന്താണോ അത് തന്നെ ആയിരിക്കും അസീസ്, അല്ലേ? അപ്പം നമ്മുടെ ഒരു ബേസിക് നേച്ചർ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മുടെ കുടുംബാന്തരീക്ഷം, ആ കുടുംബാന്തരീക്ഷത്തിൽ നമ്മുടെ പിന്നെ അച്ഛനും അമ്മയ്ക്കും അഹങ്കാരം ഇല്ലെങ്കിൽ നമുക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് കുടുംബ മഹിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് നമുക്ക് ഏറ്റവും കോംപ്ലിമെന്റ് ചെയ്യേണ്ട ആരാ? അസീഫിന്റെ ഉപ്പയും ഉമ്മയാണ്. അവര് പഠിപ്പിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവര് എന്തെങ്കിലും അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മയിൽ നമുക്ക് ഒരുപാട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ രക്ഷകർത്താക്കളോട്. അവര് നമ്മൾ കാണിച്ചു തന്ന ഒരു പാതയുണ്ട്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. നമുക്കത് അഹങ്കരിക്കുന്നത് തെറ്റാണ്. നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഇതൊന്നും നമ്മുടെ കഴിവല്ല, നമ്മുടെ നേട്ടമല്ല, ഒരു നിമിഷം കൊണ്ട് തകരാവുന്നതേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് നമ്മളെ നയിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന കുറേ വ്യക്തികളും ഈശ്വരനും ഒക്കെ ഉണ്ട്. അതിലൊക്കെ വിശ്വാസം അർപ്പിച്ച് പോകുമ്പോൾ നമുക്കൊരിക്കലും അഹങ്കാരമോ ഇതെല്ലാം നമ്മുടെ കഴിവാണെന്നോ ഒരിക്കലും തോന്നുന്നു. ഇങ്ങനെ ചിലപ്പോൾ പോയിന്റ് ചെയ്ത് പറയുമ്പോഴായിരിക്കും നമ്മളൊക്കെ ഓർക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ ആസിഫ് ഖാനോടുള്ള ഒരു ഇഷ്ടത്തിന്റെ ഭാഗം ആൾക്കാർക്ക് അത് ഇല്ല. അത് ഉദാഹരണം നമ്മള് ലൊക്കേഷനിൽ തന്നെ ആസിഫിനെ വേറെ ഏതോ ഒരു വലിയ ഹോട്ടലിലാണ് കൊണ്ടിട്ടത്. ഞങ്ങളെല്ലാരും ഒരു ഹോട്ടൽ. അപ്പൊ ഒരു ദിവസം എങ്ങനെയോ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും കൊള്ളാം, എന്നെ കൊണ്ട് ഒറ്റക്കിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവസരം ഞങ്ങൾ ഇപ്പൊ കറങ്ങി ഞാൻ പറഞ്ഞെടുത്തെത്തിയില്ലേ? അല്ല, ഇത് വേണ്ട. ഞാൻ ഇന്ന് ആസിഫിനോട് ഇവരോടും പറയായിരുന്നു, ഞാൻ ഷാറുഖ് ഖാനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഷാറുഖ് ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റാറാണ്, അല്ലേ? അയാൾ വളരെ ടാലന്റഡ് ആക്ടറാണ്, നമ്പർ 1 ഹീറോ ആണ്. പുള്ളി രാവിലെ സെറ്റിൽ വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഓം പുരിയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതാണ് എല്ലാ ദിവസവും, എവറി ഡേ. അങ്ങനെ സീനിയർ ആക്ടേഴ്സിൻ്റെ എല്ലാം കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട്, അത് നമസ്കരിച്ചിട്ട് എന്ത് നേടാനാണ്? ഒരു നമസ്തേ പറയാം, അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിരുന്നാലും ഒരു കുഴപ്പമില്ല, വിഷ് ചെയ്താൽ മതിയല്ലോ. കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ടാണ് ഷാറുഖ് ഖാൻ. അതിൻ്റെ നമ്മൾ ആ വിനയം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതല്ലേ? എന്ത് റെസ്പെക്റ്റോടുകൂടിയാണ് ഓം പുരിയോട് സംസാരിക്കുന്നത് സീനിയർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്രയും വലിയ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് എന്ത് സ്നേഹവും ബഹുമാനവും തോന്നും. എനിക്ക് ഷാറുഖിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ല എനിക്ക്. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഓറയുണ്ട് പുള്ളിയുടെ ചുറ്റും. പുള്ളി നമുക്ക് ഒരു പ്രഭയാണ് വന്നിറങ്ങുമ്പോൾ. ആ ഒരു സംഭവത്തിൽ അധികം ടോൾ ഫിഗർ അല്ല, ഹൈറ്റൊക്കെ നോർമൽ, അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണ്. അങ്ങനെയുള്ള ഒരാൾ വരുമ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ നമുക്ക് താല്പര്യം തോന്നും. ആ ഒരു വിനയം, ആ ഒരു ലാളിത്യം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. നമ്മൾ കരിയറിൽ ഇപ്പോൾ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ 100 കോടി ക്ലബിൽ കയറി, കിഷ്കിന്ധ നല്ല രീതിയിൽ കളക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ബെസ്റ്റ് ടൈമാണ്. എന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട്, എല്ലാവരും അത്രയും വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ നല്ല സിനിമകൾ കാണാൻ. അപ്പോഴും ജഗദീഷേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാതരം വേഷങ്ങളും ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇപ്പം ജഗദീഷേട്ടൻ്റെ ഈ ഏജിനെ ഇവിടെ സംവിധായകർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നിങ്ങളായാലും ദി ബെസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ആസിഫ് ഖാക്കും അങ്ങനെയാണ്. സക്സസ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ സക്സസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല സിനിമകൾ ചെയ്യുക, പ്രേക്ഷകർക്കുള്ള ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ സിനിമകളാണെന്ന് പറയുമ്പോൾ അത് കാണാൻ ആളുകൾക്ക് താല്പര്യം തോന്നുക, അത് തന്നെയാണ് എൻ്റെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഇൻ ടേംസ് ഓഫ് അതിൻ്റെ ഒരു കളക്ഷൻ്റെ പൈസ അല്പം കുറഞ്ഞിരുന്നാൽ പോലും ഒരു നല്ല കലാസൃഷ്ടിയാണെങ്കിൽ അത് സക്സസ് തന്നെയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടും. വീണ്ടും നമ്മളെ അഭിനന്ദിക്കാൻ വേറൊരു സമൂഹം റെഡിയാവും. നേരെ മറിച്ച് ഭയങ്കര പൈസ വാരി അതിനകത്തൊരു ഒരു വലിയ ഒരു മെറിറ്റ് ഇല്ല എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പരിഹസിക്കും. കളക്ട് ചെയ്തൊക്കെ ശരി തന്നെ, ഇതെന്തോ ആണ്. അപ്പോൾ ഹാർഡ് വർക്കോടുകൂടി നല്ല കലാസൃഷ്ടിയുടെ ഭാഗമാകുന്നതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പൈസ വേണ്ടെന്നല്ല, സിനിമയ്ക്ക് പൈസ വേണം, കളക്ട് ചെയ്യണം, പ്രൊഡ്യൂസർ സേഫ് ആവണം, അതൊക്കെ ഓക്കെ. അതോടൊപ്പം ഹാർഡ് വർക്കാണ് സക്സസ് എന്ന് പറയാൻ കാരണം
ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടായിരിക്കും. ഉം. അതിപ്പോൾ ചില കാര്യങ്ങളിൽ ഈ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടാൻ അല്പം വൈകിയെന്നിരിക്കും. അപ്പോൾ പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ അല്പം കുറവ് വരും. പക്ഷേ എന്നാൽ പോലും കാലം കടന്ന് ഈ ചിത്രത്തിൻ്റെ മെറിറ്റ് നമ്മുടെ മനസ്സുകളിൽ വരും. അങ്ങനെയുള്ള എത്രയോ കലാസൃഷ്ടികളുണ്ട്. ആലോചിച്ച് നോക്കിയേ, തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് അത്ര കളക്ട് ചെയ്തിട്ടില്ല. OTT-യിൽ വന്നപ്പോൾ എന്തൊരു പേരാണ്. അതെന്താ, നല്ല കലാസൃഷ്ടി, നല്ല പണിയെടുത്തിട്ടുണ്ട് അതിൽ. നേരെ വെച്ച് ഫ്ലൂക്കായിട്ട് തിയേറ്ററിൽ കളക്ട് ചെയ്തു. OTT-യിൽ വരുമ്പം അത്ര പോരാ. അപ്പം ഹാർഡ് വർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവിടെ, അല്ലേ? അപ്പം നമ്മുടെ ഹാർഡ് വർക്ക്, പിന്നെ ഈശ്വരാനുഗ്രഹമെന്നോ ഭാഗ്യമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന കുറച്ച് കാര്യങ്ങളോടാണ്. പണിയെടുക്കണം. പണിയെടുക്കാതെ റിസൾട്ട് കിട്ടില്ല. എപ്പോഴും ജഗദീഷേട്ടനെ കിട്ടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചോദിക്കാൻ തോന്നും. സമയം വളരെ കുറവുമായിരിക്കും. ഞാൻ അതുകൂടെ ഒന്ന് ചോദിക്കാന്ന് വെച്ചാൽ, എനിക്ക് മുഖചിത്രത്തിലെ ക്യാരക്ടർ ഇന്നിപ്പോൾ ഞാൻ ജഗദീഷ് കോമഡി ഒന്ന് സെർച്ച് ചെയ്ത് എനിക്ക് ഒന്ന് കാണാൻ തോന്നിയത് മുഖചിത്രത്തിലെ നമ്മുടെ പ്യൂണിനെയാണ്. എക്സ്ക്യൂസ് മീ. കുട്ടിക്കാലത്ത് ആ വേർഡ് അറിയാത്ത സമയത്ത് അല്ലെ, നമ്മൾ അതാണ് ശരിക്കുള്ള വേർഡ് എന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കുറെ കാലം. എങ്ങനെയാ ആ ഒരു ക്യാരക്ടർ ചെയ്യണത്? അതിലെ കുറെ ക്യാരക്ടർ നമ്മളെ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ, നമ്മളെ ഏതൊക്കെ ജീവിതത്തിന്റെ ഏതൊക്കെ വഴികളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ് മുറി മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അതല്ല, സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ മണിയടിക്കുന്ന ആൻറ്റി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആൻറ്റി മണിയടിക്കുന്നത് നമ്മൾ നോക്കി നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ കഞ്ഞി കൊടുക്കുന്ന ആളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കുന്ന തങ്കമ്മ ടീച്ചറെ നോക്കി നിന്നിട്ടുണ്ട്. ആ പാട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അയ്യോ, വളരെ സീനിയർ ആയിട്ടുള്ള സ്കൂൾ ഡേയ്സിൽ. ഓക്കെ, ഇതൊക്കെ ഹ്യൂമർ ഇതിന്റെ കൂട്ടത്തിൽ വേണം. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്ററുടെ സ്ട്രിക്ട്നെസ്, ബെല്ലടിച്ചതിന് ശേഷമുള്ള കോറിഡോറിലെ സൈലൻസ്, ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ സ്കൂളിൽ ഒരു പ്യൂണായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതൊക്കെയോ ചില പ്യൂൺമാരെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ പ്യൂൺ എന്ന് പറയാൻ മടിയുള്ള ഒരു ക്യാരക്ടറാണ് പുഷ്കരൻ. സ്റ്റാഫ് എന്നാണ് പറയുന്നത്. ഇയാൾ സ്റ്റാഫ് എന്നേ പറയുള്ളൂ. പ്യൂൺ എന്ന് പറയുന്ന കുറഞ്ഞ ജോലിയാണ്. അപ്പൊ ടീച്ചറിന്റെ അടുത്തൊക്കെ അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്ത് വരുന്ന, ഹെൽമെറ്റ് ഒക്കെ വെച്ച് വരുന്നത് പുഷ്കു വരുന്ന അധ്യാപകനെക്കാളും ഗമയോട് കൂടിയാണ് പുഷ്കു വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ, ഒരു പൂവാലൻ, ടിപ്പിക്കൽ പൂവാലൻ. ടീച്ചറിന്റെ അടുത്തൊക്കെ നോട്ടീസ് കൊണ്ടെടുത്ത് ദൂരെ കിഴക്ക് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവ്, സോറി ഇത് എന്ന് പറയുന്നില്ലേ. അതില് ആ ക്യാരക്ടറിൽ യഥാർത്ഥത്തിൽ പിന്നെ ഹ്യൂമർ ഉണ്ട്. ഇത് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് എന്തോ കമൻ്റ് അടിച്ചാൽ അവൾ അടിച്ച് വെള്ളത്തിയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചറോടുള്ള സ്നേഹം കാരണം കാവടി എടുത്തിട്ട് ഒരു നോട്ടം നോക്കുമ്പോൾ ഒരു നോട്ടം അവിടെ ഉണ്ട്. കാരണം വെച്ചാൽ സിദ്ദിഖും സുനിതയും കൂടെ പ്രേമിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ദയനീയമായ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിലൊരു സെൻറ്റിമെൻറ്റ്സ് എനിക്ക് ഇന്ന് കാണുമ്പോഴും അതെനിക്കിഷ്ടമാണ്. കാരണം അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത്രയും ഹ്യൂമർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രേമം എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ദുഃഖത്തോടെ നോക്കുന്ന ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട്. പിന്നെ ജഗതി ചേട്ടൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കള്ള് ഷാപ്പിലെ മദ്യപാന സീൻ എന്നൊക്കെ പറഞ്ഞിരുന്നാല് അത് അസാധ്യ. അദ്ദേഹം എന്നൊക്കെ അതാണ് പറഞ്ഞത്. അങ്ങനെ ജഗതി ചേട്ടൻ്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഓരോ സിനിമയും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഒരു എൻസൈക്ലോപീഡിയാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജഗതി ചേട്ടൻ എന്ന് പറഞ്ഞിരുന്നത്. അത് എൻ്റെ ഒരു അദ്ദേഹം കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞിരുന്നാൽ വേറൊരു സ്ഥലത്ത് ഇരിക്കില്ല. വളരെ ഈ കോസ്റ്റ്യൂമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പേഴ്സണൽ ഡ്രസ്സുമായിട്ട് എവിടെ വേണോ കിടക്കും. പക്ഷേ എവിടെയെങ്കിലും പുള്ളിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മയങ്ങണം. ആ കോസ്റ്റ്യൂം എടുത്ത് വേറൊരു സ്ഥലത്ത് ഭദ്രമായി ഹാങ്ങറിൽ എന്തെങ്കിലും ഇടാൻ പറഞ്ഞിട്ട്, എന്നിട്ട് അവിടെ പേഴ്സണൽ ഡ്രസ്സിലേ ഇവിടെ കിടക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചാരി ഇരുന്ന് ഈ കോസ്റ്റ്യൂമിലിരിക്കാം. ഈ കോസ്റ്റ്യൂമിനൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ സീൻ റിഹേഴ്സ് ചെയ്യാൻ നേരത്തെ അനിയ പഠിച്ചോ നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞില്ല എങ്കിൽ പുള്ളിക്ക് വിഷമം ഉണ്ടാവും. എന്താ തെറ്റിക്കുന്നത്, ഒരു പ്രാവശ്യമൊക്കെ ക്ഷമിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ നന്നായിട്ട് പഠിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ എന്നൊരു ചീത്ത ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. കാരണം അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ആ മുഖചിത്രം എന്നുള്ള ഉൾപ്പെടെയുള്ള എത്രയോ സിനിമകൾ നമ്മൾ പറയുമ്പോൾ അതിങ്ങനെ പറയാൻ മോഹൻലാലിനും മമ്മൂക്കയ്ക്കും ഒക്കെ അമ്പിളിച്ചേട്ടനെ കുറിച്ച് പറയാനുണ്ടാവും. അങ്ങനെ മലയാള സിനിമയിൽ നെടുമുടി വേണുചേട്ടൻ, ഭരത് ഗോപി എന്നൊക്കെ പറയും. ഭരത് ഗോപി ചേട്ടനുമായിട്ടൊന്നും അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. നെടുമുടി വേണുചേട്ടൻ ഈ പറഞ്ഞ പോലെ വളരെ സപ്പോർട്ടീവാണ്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ജീനിയസാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു ഹൈസ്കൂൾ കാലത്താണ് ആസിഫ് അലി എന്നുള്ളൊരു ആൾ വരുന്നതും പല വേഷങ്ങൾ ചെയ്യുന്നതും. അന്ന് തൊട്ട് ഇന്ന് വരെ
ഒരു പ്രത്യേക ഇഷ്ടം ആസിഫ് അലി എന്നുള്ള ആക്ടർ ടു ആസിഫ് അലി എന്ന മനുഷ്യനിലേക്ക് ഉണ്ട്. ഓരോ തവണ ഇപ്പം ആസിഫ് ഖാന്റെ എന്തെങ്കിലും പടങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മോശം കമന്റുകൾ കാണുമ്പോൾ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യരിൽ ഒരാളാണ് ഞാൻ. 3-4 വട്ടം എടുത്തിട്ട് ഇതുവരെ പേഴ്സണലി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കിഷ്കിന്ധയും ഇതൊക്കെ വരുമ്പോൾ അത്രയും ആസിഫ് അലി ആഘോഷിക്കപ്പെടുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഞാൻ I'm so honored. Thank you so much. ആസിഫ് ഖാൻ, we love you. Thank you. Thank you so much.